ഹായ്, അപ്പോൾ നമ്മുടെ കഫ്താൻ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഫ്താനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഫ്താൻ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ്. അത് തടിച്ചവർക്കും മെലിഞ്ഞവർക്കും ഒക്കെ നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അത് അടിക്കൽ വളരെ സിമ്പിളാണ്. അതിൻ്റെ സിമ്പിളായിട്ടുള്ള കട്ടിങ് വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടി കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കണ്ടിട്ട് വരും. ആദ്യം നമുക്ക് കയ്യിനുള്ള പട്ട, പിന്നെ കഴുത്തിൽ വെക്കാനുള്ള ഈ ക്രോസ് പീസ്, പിന്നെ അരയിൽ വെക്കാനുള്ള ഈ പട്ട, ഇതിലൊക്കെ വക്കടിച്ചിട്ടും സെറ്റാക്കിയിട്ടും ഒക്കെ വെക്കാം. അപ്പോൾ ആദ്യം കയ്യിനുള്ള പട്ട എടുക്കാം. 3 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളമുള്ള ഓരോ പീസ്, 4 പീസ് ഉണ്ട്. അപ്പോൾ ഇതിലത്തെ 2 പീസ് ഇങ്ങോട്ട് എടുക്കുക. ഈ 2 പീസ് എടുത്തിട്ട് നമ്മൾ നീളത്തിലൊരു സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പൊ നമ്മൾക്ക് 3 മീറ്റർ തുണിയിൽ ബാലൻസ് ഇത്ര വീതിയുള്ളതാ വന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഏക്കേണ്ടി വന്നത് കേട്ടോ. അതല്ല വലിയൊരു 6 ഇഞ്ചിന്റെ വീതിയുള്ള പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ പീസ് മതി. ജസ്റ്റ് ഇങ്ങനെ മടക്കി 4 പുറം അടിച്ച് അങ്ങനെ പട്ടയാവും. ഇതിപ്പോ 3 ഇഞ്ചിന്റെ 2 പീസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പട്ട വെക്കുന്നത്. ഈ ഒരു പരിപാടിയൊന്നും സാധാരണ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പൊ പൊള്ളച്ചിട്ടല്ലേ നിൽക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒതുങ്ങി ഇങ്ങനെ നിൽക്കാൻ വേണ്ടി നമ്മൾ അയൺ ചെയ്യും. അതിന് പകരം ഇങ്ങനെ ഒരു അടിപ്പിടിക്കും. ഇതിനാണ് ഞാൻ പതിച്ചടിക്കുക എന്ന് പറയാം. അതായത് സ്റ്റിച്ചിൻ്റെ ഈ തുമ്പ് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് ആക്കിയിട്ട് നമ്മളിതിൻ്റെ മുകളിൽ കൂടി കൂടി അടിക്കുക. ഈ ഭാഗത്ത് സ്റ്റിച്ച് വരുന്നില്ല കേട്ടോ, ഈ ഭാഗത്താണ് സ്റ്റിച്ച്. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിലേക്ക് ആക്കുള്ളൂ. അപ്പോൾ ഇതൊന്നും കൺഫ്യൂഷൻ ആവേണ്ട ഒരു കാര്യമൊന്നുമില്ല കേട്ടോ. ഇത് ചതുരത്തിലുള്ള ഒരു പട്ട അടിക്കുകയാണ് കേട്ടോ കയ്യിനുള്ളത്. ഇനി നമുക്കിതിൻ്റെ 4 പുറം അടിപ്പിണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു കയ്യിനുള്ള പട്ടയായി. അപ്പോൾ അതാ ഒരു കയ്യിന് വെക്കാനുള്ള പട്ടയായി. അതേപോലെ തന്നെ നമുക്ക് അടുത്ത പട്ട റെഡിയാക്കാം. ഈ പട്ട ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു കൺഫ്യൂഷനും ആവേണ്ട. അതിപ്പോൾ വലിയൊരു പീസ് ഉണ്ടെങ്കിൽ ആ ഒരു പീസിനെ ഇങ്ങനെ മടക്കി വെച്ചാൽ കയ്യിൻ്റെ അറ്റത്തേക്ക് വെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ മറ്റേ പട്ടം കൂടി റെഡിയാക്കട്ടെ. ഇത് നമുക്ക് അരയിൽ വള്ളി ഇടാനുള്ള നമ്മൾ അകത്ത് വെക്കുന്ന പട്ടയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ 4 പുറമൊന്ന് നമുക്ക് അടിച്ച് വൃത്തിയാക്കി വെക്കാം. ജസ്റ്റ് അരികെ ഒരു മടക്ക് മടക്കണേല്ലോ കേട്ടോ, 2 മടക്ക് മടക്കേണ്ട ആവശ്യമില്ല, ഒരു മടക്ക്. അപ്പൊ അരയിൽ വെക്കാനുള്ള സാധനത്തിന്റെ വക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുത്തിന് ഫേസ് വെക്കാനുള്ള ഈ ഒരു പീസുകളൊക്കെ ജോയിൻ ചെയ്തിട്ട് വലിയൊരു റിബൺ ആക്കാം. നമുക്ക് കഴുത്തിന് ചുറ്റും അടിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ കോണുകൾ നമ്മൾ ഇങ്ങനെ വെച്ച് അടിക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ കഴുത്തടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 13.5 ഇഞ്ച് നമ്മളിങ്ങനെ വരച്ച് വെച്ചില്ലേ, ഇങ്ങനെ പട്ട വെക്കാനാണ്, കയറ് കെട്ടാനാണെന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് ഇതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. ഇതിൻ്റെ അകത്തുള്ളതാണ് ഇതിൻ്റെ നല്ല ഭാഗം. നമുക്ക് ആദ്യം കഴുത്തടിക്കാൻ തുടങ്ങാം. ബാക്ക് കഴുത്തിന്മേൽ ഇങ്ങോട്ട് തുടങ്ങാം. അപ്പൊ ഇത് ഇതിന്റെ നല്ല ഭാഗമാണ് കേട്ടോ. അപ്പൊ നല്ല ഭാഗത്ത് വെച്ച് നമ്മൾ ഈ പീസ് വെച്ചിട്ട് കഴുത്തിന് ചുറ്റിനും ഓടിക്കുക. ഈ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ കഴുത്തടിക്കാം, കഴുത്ത് എങ്ങനെയാണ് അത് ഇതിന്റെ ഫേസ് മറിച്ചടിക്കേണ്ടത്, അങ്ങനെയുള്ള വിശദമായിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ വേറെ ചെയ്യേണ്ടത്. ഇപ്പൊ സാധാരണ നിങ്ങൾ എങ്ങനെയാണോ കഴുത്തടിക്കുക അതേപോലെ അപ്പൊ ഇതിന്റെ ഷോൾഡർ 2 പീസാക്കാത്ത കാരണം തന്നെ നമുക്കിത് വട്ടത്തിൽ വേണം അടിക്കാൻ. അതുകൊണ്ട് ഇത് വലിയ തുണിയാവുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇത് എക്സ്ട്രാ ഭാഗമാണ്, കട്ട് ചെയ്ത് കളയും. നമ്മളിതിന്റെ ഇവിടൊക്കെ ഓരോരോ കട്ട് ഇട്ട് കൊടുക്കണം. എന്നാൽ പിന്നെ നല്ല കറക്റ്റായിട്ട് നമുക്കിത് മടക്കാൻ വയ്ക്കും. ഇനി നമുക്ക് ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയടിക്കാം. അപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ വക്കൊന്ന് അടിച്ചു കൊടുക്കുകയോ ഓവർലോക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. ഞാൻ അപ്പോൾ അതൊന്നും ചെയ്യണില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം ഞാനിത് ഇങ്ങനെ ജസ്റ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി 4 പുറന്ന് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് മടങ്ങി നിൽക്കാൻ വേണ്ടി ആദ്യം ഞാനൊന്ന് പതിച്ചടിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഫേസുമ്മലാണ് നമ്മളെ അടിപ്പ് വരിക. ഈ നമ്മളെ ശരിക്കുള്ള പുറത്തേക്ക് വരുന്ന ഭാഗത്തല്ല, ഈ ഫേസുമ്മലാണ് നമ്മളെ അടിപ്പ് വരിക. അതേപോലെ ഈ തുമ്പൊക്കെ ഈ ഭാഗത്തേക്ക് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ പതിച്ചടിക്കുക. അപ്പോൾ പതിച്ചടിക്കൽ കഴിഞ്ഞു. ഇനി ഇത് ഉള്ളിലേക്കായിട്ട് മടക്കി ഇങ്ങനെ ഒരു റൗണ്ട് വെച്ചിട്ട് അടിക്കുക. നമുക്ക് ഹെമ്മിങ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ പുറത്തേക്ക് കാണാത്ത വിധത്തിൽ തുന്നാം, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു തുന്നിട്ടിട്ട് ഒരു ലേസ് എന്തെങ്കിലും വെച്ചിട്ട് വൃത്തികേട് മാറ്റാം. ഞാൻ ഇതിന്മേ ഈ ഒരു എംബ്രോയിഡറി പോലത്തെ സ്റ്റിച്ചിങ് ഉള്ള കാരണം കഴുത്തിന് ചുറ്റിലും ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ഭാഗം ഇതിൻ്റെ ഉൾഭാഗത്താണ് നമ്മൾ ആ ഒരു ലൈൻ ഇട്ടിട്ടുള്ളത്.
നമുക്ക് ഈ പട്ട വെച്ചടിക്കേണ്ട ഈ ഒരു ലൈന്, അതായത് 13.5 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് അളന്നിരുന്നല്ലോ, അവിടെ നമ്മൾ ഈ ഒരു പട്ട വെക്കുക. 13.5 ഇഞ്ച് താഴത്തേക്കും അങ്ങനെ 14 ഇഞ്ച് നീളത്തിലുമാണ് നമ്മൾ ഈ ലൈൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം 14 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് നീളത്തിൽ ഒരു തയ്യൽ, പിന്നെ ഒരു നീളത്തിലും കൂടി ഒരു തയ്യൽ. അതിന് ശേഷം നമ്മൾ ബാക്ക് വശത്തും അതേപോലെ തയ്ച്ചിട്ട് അതിനുള്ളിൽ കൂടെ വള്ളി ഇട്ടിട്ട് ടൈറ്റാക്കി കെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ, നമ്മൾ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പരയിൽ വള്ളിയിടാൻ വേണ്ടിയിട്ട് ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ പട്ട വെച്ച് തയ്ച്ചു. ഉള്ളിൽ നമുക്ക് അടുത്തത് കൈ ചെയ്യണം. കൈ ഞാനിവിടെ ഒരു മാർക്ക് ചെയ്തിരുന്നല്ലോ നമ്മൾ. അപ്പോൾ ആ മാർക്ക് ചെയ്ത് ഒരു അറ്റം ഇത്, ഒരു അറ്റം ഇത്. അപ്പോൾ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള കൈയിൻ്റെ ഈ ഒരു പട്ട നമ്മൾ ഈ അറ്റത്ത് നമ്മൾ വെച്ച് അടിക്കുക. ഈ പട്ട ഇവിടെ വെച്ച് അങ്ങോട്ട് തയ്ച്ചെടുക്കുക. ഇതേപോലെ നമ്മൾ അടുത്ത മാർക്ക് ചെയ്ത ഭാഗത്തും കൈ വെക്കുക. അപ്പോൾ ഇതാ 2 കൈയും തയ്ച്ചു. ഇനി നമ്മൾ വേണ്ടത് ഈ കൈയിനെ ഇങ്ങനെ നടുപിടിക്കുക. കൈയിൻ്റെ ഈ അറ്റം മുതൽ അടി വരെ നമ്മൾ ഡ്രസ്സിൻ്റെ താഴെ വരെ അടിക്കുക. ഈ അരികിലൂടെ അടിക്കുക. അങ്ങനെ താഴ്ഭാഗം വരെ നമ്മൾ അടിച്ചെടുത്തു. ഇനി മറ്റേ സൈഡും അടിക്കണം. കഫ്താൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് ഇനി അടിഭാഗം മടക്കി അടിക്കുക. നമ്മൾ സാധാരണ പോലെ അടിഭാഗം നമ്മളിങ്ങനെ മടക്കി അടിക്കുക. ഞാൻ നിങ്ങൾക്ക് കഫ്താൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ളൊരു മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തന്നുള്ളൂ കേട്ടോ. സത്യത്തിൽ ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കൂടുതൽ ഭംഗി ഉണ്ടാവുക നല്ല പ്രിന്റ് ഉള്ള മെറ്റീരിയലിലാണ് കേട്ടോ ഈ ഒരു കഫ്താൻ എനിക്ക് രസമായിട്ട് തോന്നുന്നത്. പിന്നെ ബ്ലാക്കിലും നല്ല രസമായിരിക്കും. ബ്ലാക്ക് അബായ പോലെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പൊ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ എല്ലാ കറക്റ്റ് നൂലൊക്കെ കട്ട് ചെയ്ത് നന്നായി അയൺ ചെയ്തിട്ട് ഇതാ ഞാൻ അരയിൽ ഇതാ ഈ ഒരു വള്ളി ഉണ്ടാവില്ലേ നമ്മളെ പാൻറ്റിൻ്റെ ഒക്കെ വള്ളി, അങ്ങനത്തെ വള്ളിയാണ് കേട്ടോ ഞാൻ ഇട്ടത്. അപ്പോൾ നമ്മൾ ആ പട്ട വെച്ചതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക, എന്നിട്ട് ബാക്കിലത്തെ ഉള്ളിൽ കൂടെ ഇടുക, എന്നിട്ട് സൈഡിൽ വന്നിട്ട് അത് കെട്ടി വെക്കുക. പിന്നെ ഓരോ ഇടലിനും അതിങ്ങനെ കെട്ടണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ തടിയുള്ളവർക്ക് അല്ലെങ്കിൽ ഹൈറ്റ് ഉള്ളവർക്കും 13.5 ഇഞ്ച് മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുവിധം തടിയുള്ളവർക്കും ഹൈറ്റ് ഉള്ളവർക്കും ഒക്കെ ഈ ഒരു 13.5 ഇഞ്ച് ഇവിടെ നല്ലൊരു കറക്റ്റായിട്ട് നിൽക്കാറുണ്ട് കേട്ടോ. ഒരുവിധം ഒക്കെ അങ്ങനെയാണ്. ഇനി അത്ര അധികം ഹൈറ്റോ തടിയൊക്കെ ഉള്ളവർക്ക് യോക്കുള്ള ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ യോക്ക് കറക്റ്റ് നമുക്ക് എവിടെയാണ് ഇഷ്ടം നോക്കിയിട്ട് അതിൻ്റെ ഒരു സൈസ് ടാപ്പ് വെച്ച് അളന്ന് നോക്കിയാലും മതി കേട്ടോ. പിന്നെ കുറേ കൂട്ടുകാർ ഡൗട്ട് ചോദിച്ചത് 10 വയസ്സായ കുട്ടിക്ക് 13 വയസ്സായ കുട്ടിക്ക് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കുട്ടികളും ഓരോ ഹൈറ്റ് അല്ലേ ഉണ്ടാവും, അത് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ആ കുട്ടിയുടെ ഒരു ഫുൾ ലെങ്ത് ഡ്രസ്സ് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ തന്നെ ഫുൾ ലെങ്ത് എത്ര നീളത്തിൽ വേണം ആ കുട്ടിക്ക് ഡ്രസ്സ് എന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു ടാപ്പ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാപ്പ് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ടാപ്പ് വെച്ചിട്ട് ഇത് ഇഞ്ചും ഇത് സെന്റിമീറ്ററും ആണ്. അപ്പോൾ ഇവിടെയാണ് 1. അപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ ഷോൾഡറിൽ ഇങ്ങനെ വെച്ച് ഇതൊരു 100 വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു 100 വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കായിട്ട് 1 മീറ്റർ വേണം. അതായത് 1 മീറ്ററാണ് ആ കുട്ടിയുടെ ലെങ്ത്ത്. ഞാൻ സുമാറ് പറയാൻ കേട്ടോ. അതേപോലെ തന്നെ ബാക്കിലേക്കും വേണം. അപ്പോൾ 2 മീറ്ററാണ് ആ കുട്ടിക്ക് വേണ്ടത്. പിന്നെ 2 മീറ്ററിൽ നമ്മൾ കുറച്ചൊക്കെ നമുക്ക് സ്റ്റിച്ചിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വേണമല്ലോ. അപ്പോൾ നമ്മളൊരു 5 or 6 ഒക്കെ കൂട്ടിയെടുക്കുക. അപ്പോൾ 105 അതേ 105 ബാക്കിലേക്കും വേണം. അത് അങ്ങനെയാണ് അത് കണക്കാക്കുക. അതായത് നമുക്ക് എത്ര ലെങ്ത് ആണോ ആ ഡ്രസ്സ് വേണ്ടത് അത് ഈ ടാപ്പുമ്പോൾ വെച്ച് നോക്കിയാലാണ് നമുക്ക് ആ ഒരു അളവ് കിട്ടുക കേട്ടോ. അതിനെ പറ്റിയിട്ട് ഇനി വിശദമായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ എന്നാൽ അത് അറിയേണ്ടവർക്ക് അറിയാലോ. അപ്പോൾ ഇത് ലൈനിങ് ഇല്ലാതെ ഇടുമ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഞാൻ ഇട്ട ചുരിദാറിൻ്റെ മുകളിൽ കൂടെ ഇട്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഇടാം. സ്ലീവ്ലെസ് ആയിട്ട് ഞാൻ എൻ്റെ ഇങ്ങനത്തെ ഡ്രസ്സുകളുടെ അടിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സ്ലീവ്ലെസ് ആയിട്ട് ഒരു ലോങ് ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഒരുവിധം ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ അടിയിലൊക്കെ അതങ്ങോട്ട് ഇടുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ ഈ ഒരു കഫ്താൻ ഡ്രസ്സ് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ട് ഇവിടേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ലേസൊക്കെ വാങ്ങിച്ച് കല്ലൊക്കെ ഉള്ള ലേസൊക്കെ വാങ്ങിച്ചിട്ട് ഈ കഴുത്തിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം, പിന്നെ ഈ കയ്യിലും വെച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടുള്ള കഫ്താൻ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഗതികൾ ഇവിടെ വെച്ച് കൊടുക്കാം. ഇവിടെ മാത്രം വെച്ച് കൊടുക്കാം, വേറെ എവിടെയും ഒരു വർക്കൊന്നും കൊടുക്കാതെ ഇവിടെ. അതല്ലെങ്കിൽ നല്ല റോസാപ്പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റും. ഒരു 2-3-4 കളേഴ്സിൽ ഒരു
റോസാപ്പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ അങ്ങനെ വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ബാക്കിലും വെക്കാം. എന്നിട്ട് ആദ്യത്തെ ഏതെങ്കിലും ഒരു കളർ ഷാളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു 13.5 ഇഞ്ചിൽ നമ്മളിങ്ങനെ പട്ടൊക്കെ വെച്ച് വള്ളിയൊക്കെ അടിക്കുന്നതിന് പകരം ആ ഒരു 13.5 ഇഞ്ചിൽ ഒരു ലേസ് കട്ട് ചെയ്തെടുത്തിട്ട് ആ ലേസ് വലിച്ച് പിടിച്ചിട്ട് നമ്മൾ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ അതിവിടെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കിടക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോഴും കുഴപ്പമില്ല. ഇത് ആവശ്യത്തിനനുസരിച്ച് ലൂസാക്കാം. ഇനി വള്ളിയൊന്നും ഇല്ലാതെ ഇത് നല്ല പരത്തിയിടണമെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ കഴുത്തിൽ ഞാൻ ആ നീളത്തിലുള്ള പീസ് വെട്ടി അടിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ചതുരത്തിലുള്ള ഒരു പീസിൽ വി കഴുത്തന്നെ കട്ട് ചെയ്തിട്ട് ആ ഒരു ചതുരത്തിലുള്ള പീസ് ഇവിടെ വെച്ചിട്ട് അടിച്ചിട്ട് ഇങ്ങനെ അടിച്ച് അത് തിരിച്ചിട്ടാലും നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ ചെറിയ പീസ് വെച്ചടിക്കുന്നത് ഞാൻ കാണിച്ചത്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോ വേണം കുറേ കൂട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അടിച്ച് വെച്ച ഡ്രസ്സുകളെ കുറിച്ചിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും സ്റ്റിച്ചിങ്ങുമായിട്ടും ഒക്കെ ഈ ചാനലിൽ നമുക്ക് എപ്പോഴും വീഡിയോ ഇടണം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും കഫ്താൻ ഡ്രസ്സ് അടിക്കണം. ചിലപ്പോൾ ഒന്നാമത്തത് ഒന്ന് കൊളായേക്കാം, പക്ഷെ രണ്ടാമത്തേലും മൂന്നാമത്തേലും ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് അടിപൊളി കഫ്താനുകൾ അടിക്കാൻ പറ്റും. കഫ്താൻ അടിക്കാൻ പഠിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങടയിലൊക്കെ പോകണമെങ്കിലും അടിക്കാം. ആകെ 3 മീറ്റർ തുണിയും മതി. നമുക്ക് നല്ല വിലക്കുറവിൽ നല്ല ഡ്രസ്സുകൾ ഇട്ട് കിടക്കാൻ പറ്റും.